ശ്രീ വസീഫ്, ഞാൻ നേരത്തെ ചോദിച്ചത് ഇപ്പോൾ ഇത്തരം രാഷ്ട്രീയ വിവാദങ്ങൾ വരുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട 6 മാസത്തിലേറെയായി അദ്ദേഹം ഇത്തരം സമാനമായിട്ടുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള മറ്റ് ആക്ഷേപങ്ങൾ നേരിടുമ്പോഴൊക്കെ ഏതെങ്കിലും പൊതുവേദിയിലാണെങ്കിൽ പോലും പ്രതിപക്ഷത്തിനൊരു മറുപടി കൊടുക്കാറുണ്ട്. ഇന്ന് അങ്ങനെ പോലും സംഭവിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ മകളെ ടാർഗറ്റ് ചെയ്ത് അത് വലിയ തരത്തിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തന്നെ തകർക്കാനുള്ള നീക്കം എന്നൊക്കെ നിങ്ങൾ നിലപാടെടുക്കുമ്പോൾ, സുതാര്യമായ 2 കമ്പനികൾ തമ്മിൽ ഇടപാട് അതിനെ മറ്റു തരത്തിൽ വക്രീകരിക്കുന്നു എന്നൊക്കെ പാർട്ടി തന്നെ നിലപാടെടുക്കുമ്പോൾ ഇത് കണ്ടഭാവം പോലും മുഖ്യമന്ത്രി നടിക്കാത്ത എന്താ? അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിന് ആ പ്രസംഗത്തിൽ ഈ പ്രതിപക്ഷത്തെ 2 ചീത്ത പറയാൻ പോലും തോന്നാത്ത എന്തുകൊണ്ടാണ്? ആകെ മാധ്യമങ്ങൾക്കടക്കം അദ്ദേഹത്തിന്റെ വിമർശനം വരുന്ന ഒരൊറ്റ കാര്യത്തിലാണ്, അത് ഈ ഓണവുമായി ബന്ധപ്പെട്ട ഓണം വറുതിയിലാണ് എന്ന് വരുത്താൻ ശ്രമിക്കുന്ന ചില മാധ്യമങ്ങൾ എന്നല്ലാതെ ഇതിന്റെ പേരിൽ മാധ്യമങ്ങളോട് പോലും പുള്ളിക്ക് പ്രശ്നമില്ല. ഏതായാലും അയ്യപ്പദാസ് കുറേ ദിവസമായിട്ട് ഈ അയ്യപ്പദാസും ഈ മനോരമയൊക്കെ വല്ലാതെ പ്രയാസത്തിലാണ്. നിങ്ങളുടെ ഈ ആരോപണങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് അറിയാം, അതുപോലെ ഞങ്ങളെ പാർട്ടിക്കും അറിയാം. നിങ്ങൾ ഇങ്ങനെ കുറെ വിളിച്ചു പറയും, നിങ്ങൾക്ക് തോന്നിയ അജണ്ടകൾ നിങ്ങൾ ഫ്രെയിം ഇടും. ചോദ്യമാണ് ശ്രീ വസീഫ്, ദയവായി താങ്കൾ അജണ്ട ഒന്നും പറയില്ല. ഇത് ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ അദ്ദേഹത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് ആരോപണം പരാമർശങ്ങളെ കുറിച്ച് ഒരു വാക്കും ഇല്ലാത്ത എന്താന്ന് ചോദ്യം, അതെന്താ അജണ്ടയാണ്? അതെങ്ങനെ അജണ്ടയാവുന്നേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയ അതിലൊന്ന് നിങ്ങളല്ല അയ്യപ്പദാസെ, ഞാൻ പറയട്ടെ. ഇനിയിപ്പോ നാളെ ഇപ്പോ അബിൻ വർക്കി പറയാ മുഖ്യമന്ത്രിയുടെ മകൾ വന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിടുവോ? നിങ്ങൾ അടുത്ത ആളെ പിടിക്കൂലേ? അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനല്ലേ? പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനത്തിന്റെ മാന്യത കാണിക്കണം. നിങ്ങൾ ഇന്ന് വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തെ കുറിച്ച് നിങ്ങളും ഒരു അല്പം മാന്യത കാണിച്ചാൽ നല്ലതാണ്. നിങ്ങളുടെ ഒരു അടുത്തൊരു കാര്യം, മനോരമയുടെ ഒരു വാർത്ത 25 ഒക്ടോബർ 2020 അയ്യപ്പദാസ്, മനോരമയുടെ ഒരു വാർത്ത എന്താണെന്നറിയോ? 25 ഒക്ടോബർ 2020 11:14 യുവതിയെ പീഡിപ്പിച്ചു, CPM നേതാവിന്റെ മുൻ ഡ്രൈവർക്കെതിരെ കേസ്. യുവാവിന്റെ വീട്ടുവളപ്പിൽ ഇതാണ്, യുവതിയെ പീഡിപ്പിച്ചു, CPM നേതാവിന്റെ മുൻ ഡ്രൈവർക്കെതിരെ കേസ്. മനോരമ ന്യൂസിന്റെ വാർത്തയാ. 25 ഒക്ടോബർ 2020 ഭയങ്കര നിലവാരമുള്ള, ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന മീഡിയ പേഴ്സൺസ് ഉള്ള അയ്യപ്പദാസിനെ പോലെയുള്ള മിടുക്കന്മാരുടെ മാധ്യമം. പക്ഷെ ആ മാധ്യമേ ഇന്നലെയും ഒക്കെ നടന്ന ഒരു ചർച്ചയുള്ള ഒരു വാർത്തയെക്കുറിച്ച് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം എന്താണെന്നറിയില്ലേ? അതിൽ മണ്ഡലം സെക്രട്ടറിയാ നാണം വേണം, നാണം അല്പമെങ്കിലും. എന്നിട്ട് അതേക്കുറിച്ച് ചർച്ച ചെയ്യണം. ഈ കേരളത്തിനകത്ത് വലിയൊരു സംഭവം ഉണ്ടായത്, ഒരു സ്ത്രീയെ കൊന്ന് കുഴിച്ചു മൂടിയതാ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി. ഒരാക്ഷരം നിങ്ങളുടെ നാം ഓർമ്മിട്ടില്ല. എന്നിട്ട് എന്റെ നിലവാരം പഠിപ്പിക്കാൻ നിങ്ങൾ അത്രയൊക്കെ നിലവാരം നിങ്ങൾ എന്നിൽ പ്രതീക്ഷിച്ചാൽ മതി. ഈ കേരളത്തിൽ മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി കൊലപാതകം നടത്തിയിട്ട് സ്വന്തം വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടിട്ട് പിറ്റേ ദിവസം UDF മാർച്ച് നടത്തുക, പിണറായി വിജയന്റെ പോലീസിനെതിരെ മാർച്ച് നടത്താൻ തീരുമാനിക്കുക. ആ മാർച്ച് നടത്താൻ തീരുമാനിച്ചതിന്റെ തലേ ദിവസമാണ് അറസ്റ്റ് ചെയ്തത് യൂത്ത് കോൺഗ്രസിന്റെ അബിൻ വർക്കിയുടെ മണ്ഡലം സെക്രട്ടറിയെ. എന്നിട്ട് ഇന്ന് കേരളത്തിലെ എല്ലാ തോന്നിവാസങ്ങളുടെയും അധിപനായിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആരാന്നറിയോ? VD സതീശൻ. ഉളുപ്പില്ലാതെ പറയുക, ഉളുപ്പില്ലാതെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറയുന്നത് VD സതീശൻ കിങ് ഓഫ് ഡർട്ടി ബിസിനസ് എന്ന് ആ വാക്ക് അന്വർത്ഥമാക്കുന്ന തരത്തിൽ പറയുക. ഈ പ്രതിക്ക് DYFIയുമായിട്ട് ബന്ധമുണ്ടെന്ന് നോക്കൂ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഇവിടെ പല CPMന്റെ നേതാക്കന്മാരുടെ കുടുംബകാര്യങ്ങൾ തെരഞ്ഞു പോവുക. നിങ്ങളോടൊക്കെ ഇങ്ങനെ പ്രതികരിക്കാനേ പറ്റൂ.
ഇത്രയും വൃത്തികെട്ട രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുക നിങ്ങൾ ഈ പുതുപ്പള്ളിയിൽ അജണ്ട സെറ്റ് ചെയ്യാൻ സഹായിച്ചു കൊടുക്കുക. എന്നിട്ട് അത് തെളിഞ്ഞു. സ്ത്രീയെ 8000 രൂപക്ക് ജോലി പിരിച്ചുവിട്ടു എന്ന് പറയുന്ന സമയത്ത് കോൺഗ്രസുകാരൻ കൊന്നിട്ട പ്ലാസ്റ്റിക് കവറിൽ കെട്ടി തന്റെ വീടിനകത്ത് കുഴിച്ചിട്ടു. നിങ്ങൾക്കതൊരു വാർത്തയല്ല, നിങ്ങളത് ഏറെയുമില്ല. നിങ്ങൾ മനോരമ അല്പമൊക്കെ നീതി ആ മനോരമയിൽ നിന്ന് ഈ ജനം പ്രതീക്ഷിക്കും. നിങ്ങൾ കുറെ ദിവസമായല്ലോ ഞങ്ങൾക്ക് നേരെ. എന്താ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനില്ലേ? ഞാൻ പറയാം, പറയാൻ പറ്റൂ, നിർത്തിയാലേ പറയാൻ പറ്റൂ. പറഞ്ഞുതരാം. നിങ്ങൾ പറയുമ്പോ നിർത്താ, നിങ്ങൾ പറയുമ്പോ തുടങ്ങാ. നിങ്ങൾ വിളിച്ചോണ്ട് അങ്ങനെ തന്നെയാണല്ലോ. മാനസിക വിഭ്രാന്തി മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്താ ശ്രീ വസീഫ്, ഇത് എന്തിനാ നമ്മൾ പറയുന്നത്? എന്റെ ചോദ്യം എന്താ താങ്കളോട്? ഞാൻ വിശദീകരിക്കാൻ വേണ്ടി താങ്കളുടെ ഞാൻ ഇടപെടട്ടെ. എന്റെ ഉത്തരം അതാ, എന്റെ ഉത്തരം അതാണ്. ഇന്നത്തെ കൊലപാതക രാഷ്ട്രീയത്തിൽ മിഷൻ അതാണോ? ഇന്ന് 50 മിനിറ്റ് എന്താണോ മിഷൻ? അങ്ങനെയാണെങ്കിൽ ചെയ്തോളൂ. പക്ഷെ ആളുകൾ കാണുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നൂടെ കേൾക്കണം. ആളുകൾ കാണാൻ വേണ്ടിയാ പറഞ്ഞത്. മനോരമയുടെ പ്രേക്ഷകർ കാരണം എന്താ അറിയോ? ഈ വിഷ്ണു എന്ന് പറയുന്നത് ആരാന്നറിയോ നിങ്ങൾക്ക്? എനിക്കറിയാം സാർ. ഇനി ഞാൻ പറയട്ടെ, താങ്കൾ കേൾക്കൂ. ഇനി ഞാൻ പറയട്ടെ, താങ്കൾ കേൾക്കൂ. ഇനി ഞാൻ പറയട്ടെ, ഞാൻ കേൾക്കും. ആരാ വിഷ്ണു? താങ്കൾ ചോദിച്ചില്ലേ? ഒന്ന് പറയൂ. നിങ്ങളുടെ ചോദ്യത്തിന് മാത്രമല്ലേ ഞാൻ മറുപടി. നിങ്ങളൊന്ന് പറ, ആരാ വിഷ്ണു? താങ്കൾ നിർത്തിയാ പറയാന്നേ. ഒരു സെക്കൻഡ്. ആരാ വിഷ്ണു? ഒരു സെക്കൻഡ്. പറ ആരാ പറ, കേൾക്കട്ടെ. താങ്കൾ നിർത്തോ? ആഗ്രഹം ഉണ്ടോ? നിങ്ങളുടെ ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഞാൻ പറയട്ടെ, താങ്കളത് കേൾക്കൂ തന്നെ. എന്റെ മറുപടി ഉണ്ട്. അതെ നിങ്ങളുടെ ഭയങ്കര മഹനീയമാണ്. നിങ്ങളുടെ പ്രവർത്തനം ഭയങ്കര മഹനീയം. ഞാൻ പറയട്ടെ. പറ, ആരാ വിഷ്ണു? വിഷ്ണു അല്ല, ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുമല്ല. ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. താങ്കൾക്ക് ഈ പുതുപ്പള്ളിയിലെ തിരക്ക് കാരണം താങ്കൾക്ക് മനോരമ ന്യൂസിന്റെ വാർത്തകൾ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഇപ്പൊ അയച്ചുതരാം. താങ്കളുടെ വാട്സാപ്പ് നമ്പർ എന്റെ ഫോണിൽ ഉണ്ടെന്ന് എന്റെ വിശ്വാസം. ഞാൻ ഇപ്പൊ അയച്ചുതരാം. ആദ്യത്തെ ദിവസം തൊട്ട് അല്ല മുഴുവൻ കേൾക്കുക. ആദ്യത്തെ ദിവസം തൊട്ട് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയോ പ്രസിഡന്റോ അതെനിക്ക് കൃത്യതയില്ല എന്ന് തന്നെയാണ് വാർത്ത. അല്ലാതെ ഒരു യുവാവൊന്നുമല്ല. പ്രൈം ഡിബേറ്റ് എടുത്തോ? ഒരു യുവാവല്ല. ഡിബേറ്റ് എടുത്തോ? ഈ പ്രൈം ഡിബേറ്റ് എടുക്കണമെങ്കിൽ ഈ CPM പ്രതികളായിട്ട് എത്ര കേസുകൾ ഒരു ദിവസം നാട്ടിലുണ്ടാവും? പ്രൈം ഡിബേറ്റ് എടുക്കാറുണ്ടോ? അല്ലല്ല, ഈ CPM പ്രതികളായിട്ട് എത്ര എന്തൊക്കെ തരം കേസ് വരുന്നുണ്ട്? പ്രയാസം കൊണ്ട് പറയാ. നിങ്ങൾ ഈ മനോരമയും കഴിഞ്ഞില്ല. എന്റെ ഈ ചെയ്തതെങ്കിൽ ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തെങ്കിൽ കേരളത്തിലാകെ മാധ്യമങ്ങൾ എല്ലാ ദിവസവും ഈ ചാനൽ ചർച്ചയിൽ ഇരുത്തി വിചാരണ നടത്തില്ലേ? നിങ്ങൾ കെട്ടിവെക്കാൻ പരിശ്രമിക്കില്ലേ? നിങ്ങൾ പറയാ ഞങ്ങളുടെ വാർത്തയുണ്ട്, ലിങ്ക് അയച്ചു തരാം. എന്ത് ലിങ്ക്? നിങ്ങൾക്കെന്നല്ല, കേരളത്തിൽ നിങ്ങൾക്കറിയോ നിഖിൽ പൈലി? നിങ്ങൾക്കറിയില്ല. പിന്നെ ഏതെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകന്റെ ബന്ധുവാണ് ഇങ്ങനെ ഏതെങ്കിലും കേസിൽപ്പെട്ടത് എങ്കിൽ നിങ്ങൾ വിടില്ലവനെ, കൊത്തി വലിക്കും നിങ്ങൾ. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്. അതാ നിങ്ങളുടെ മാധ്യമ സംസ്കാരം. എന്നിട്ട് നിങ്ങൾ ചോദ്യമൊക്കെ പറയാനേ പറ്റൂ. ചോദ്യം ഒന്നാക്കണ്ട, കുറെ ചോദിച്ചോ. എനിക്കുണ്ട് കുറച്ച് ചോദ്യം, അതിനോട് ഉത്തരം പറയണം. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ തന്നെ സംസാരിച്ചു തുടങ്ങിയിട്ട് 10 മിനിറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ താങ്കളുടെ ഇന്നത്തെ ദൗത്യം എന്ന് വെച്ചാൽ ഒരു 50 മിനിറ്റ് ഈ മുഖ്യമന്ത്രി മകൾ കരിമണൽ ഒഴികെ മറ്റെല്ലാ വിഷയങ്ങളും സംസാരിച്ച സമയം കളയുക എന്നാണ് താങ്കളുടെ ദൗത്യം എന്ന് എനിക്കൊരു സംശയമുണ്ട്.
ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെ ഞാനത് ആരോപിക്കുന്നില്ല. ഒരു സെക്കൻഡ് 500 മിനിറ്റോളം സംസാരിച്ചില്ലേ കേരളത്തിൽ? കേൾക്കുന്നേ സാർ, ഒരു മറുപടിയൊക്കെ ഞങ്ങൾ പറഞ്ഞില്ലേ? എത്ര പറഞ്ഞു? ഒരു സെക്കൻഡ് കേൾക്കൂ സാർ. എത്ര പറഞ്ഞു? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇതെന്ത് പരിപാടിയാണ് സാർ? ചോദിക്കാൻ പറഞ്ഞു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മറുപടി പറഞ്ഞു. CPM-ന് വേണ്ടി സംസാരിക്കാൻ എല്ലാവരും മറുപടി പറഞ്ഞു. എല്ലാവരും തക്കമിട്ട് മറുപടി പറഞ്ഞു. നേതാക്കന്മാരുടെ മക്കൾ മാത്രമാണോ നിങ്ങൾ വിചാരണക്കെടുക്കുന്നത്? ഈ വീണക്കെതിരെ ഏതെങ്കിലും ഒരു കേസുണ്ടോ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഒരു കേസ് ചുമത്തിയിട്ടുണ്ടോ? ഈ ഇൻകം ടാക്സ് നമ്മൾ കണ്ടതല്ലേ? ഈ ഇൻകം ടാക്സും ഇഡിയും കസ്റ്റംസും ഒക്കെ ഈ രാജ്യത്ത് എന്തിനു വേണ്ടിയാ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ എന്നെക്കാൾ നന്നായിട്ട് അറിയില്ല അയ്യപ്പദാസിന്. അയ്യപ്പദാസ് നന്നായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ. ഈ രാജ്യത്തെ ഈ BJP ഈ രാജ്യത്ത് ആ സമയത്തെല്ലാം ഈ അന്വേഷണ ഏജൻസികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാ ഞങ്ങള്. എന്നിട്ട് ഇന്നും നിങ്ങൾ വന്നിരുന്നിട്ട് മുഖ്യമന്ത്രി ഇത് പറഞ്ഞില്ല, മുഖ്യമന്ത്രി അത് പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതിനൊക്കെ പിന്നെ വേറെ എന്ത് പറയാനാ? ഒരു കോടതിക്ക് എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. ഐ ആം മെന്റൽ. ഒന്നാമത്തെ കാര്യം ശ്രീ വസീഫ്, ഞാൻ അതിലേക്കൊന്നും കടന്നിട്ട് പോലുമില്ല. പുതുപ്പള്ളിയിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ ഇതല്ലാതെ മറ്റെന്തെങ്കിലും പറയേണ്ടിയിരുന്നോ? എന്തുകൊണ്ട് ഈ അദ്ദേഹത്തിനെതിരെ മകൾക്കെതിരെ ഇതെന്ത് പരിപാടി ശ്രീ വസീഫ്? ദിസ് ഈസ് അൺഫെയർ. ഒരു സെക്കൻഡ്, ഇത് അൺഫെയർ ആണ്. ഞാൻ പറയട്ടെ, ഇതെന്ത് പരിപാടി? താങ്കളുടെ പ്രഭാഷണ പരമ്പരയ്ക്ക് അല്ല താങ്കൾ ക്ഷണിച്ചിരിക്കുന്നത്. എന്റെ ചോദ്യം ചോദിക്കാൻ അവകാശമെങ്കിലും സംരക്ഷിക്കുക. ഓ, നിങ്ങളുടെ പ്രഭാഷണം ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഒക്കെ പ്രസംഗിക്കുന്ന ആളുകളല്ലേ? ഈ സ്വാതന്ത്ര്യം ഒന്ന് സംരക്ഷിച്ചു വരൂ. ഓ, അത്രേ ഉള്ളൂ. മനോരമയോട് ഇത്രയും സോഷ്യലിസ്റ്റും ജനാധിപത്യം ഒക്കെ കാണിക്കാൻ പറ്റുമോ അയ്യപ്പദാസേ? ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞങ്ങൾ നടത്തി വരുന്ന പ്രതിഷേധവും മൂടിയതാ യൂത്ത് കോൺഗ്രസ്. ചർച്ചയെടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളോട് ഇത്രയൊക്കെ മാന്യത കാണിക്കാൻ പറ്റൂ? ഇവിടെ നിഖിൽ പൈൽ പ്രചരണത്തിനിറങ്ങുക. ധീരജിനെ ജനാധിപത്യമൊക്കെ പ്രസംഗിക്കുക, അവനെ സംരക്ഷിക്കുക കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ. എന്നിട്ട് നിങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു അന്വേഷണമോ ഒരു കേന്ദ്ര ഏജൻസിയുടെ ഒരു വെള്ളക്കടലാസോ ഒന്നുമില്ലാത്ത ഒരു സംഭവത്തെ കുറിച്ച് വീണ്ടും നിങ്ങൾക്ക് ഉത്തരം വേണം. എന്ത് ഉത്തരം പറയാനുള്ളത്? എത്ര സമയം വെച്ചിട്ടാ ഈ ഉത്തരം പറയാ? എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയും നിന്നെ. പിന്നെ ഇന്ന് എന്തിനാ കുറിച്ച് കുറച്ചൊക്കെ വൈകാരികമായിട്ട് ആരും പറയും. താങ്കൾ വന്നത് എന്തിനാ? ഞാൻ ഇന്ന് വന്നത് ഇത് പറയാനാ വന്നത്. ഓക്കെ, താങ്കൾ കണ്ടുണ്ടാവും. എന്റെ ചോദ്യം ശ്രീ അനസ് വഴി താങ്കൾ പറഞ്ഞതാണ്. അങ്ങനെയങ്ങ് പറഞ്ഞു പോലെ സാർ, അങ്ങനെയങ്ങ് പറഞ്ഞു പോലെ. ഇവിടെ ഇനി ഞാൻ പറയുന്നത് താങ്കളൊന്ന് കേൾക്കണം. പിന്നെന്താ? ഇനി ദയവായി കേൾക്കണം സാർ, ദയവായി കേൾക്കണം. ഓ, കേട്ടു. കഴിഞ്ഞ 12 മിനിറ്റ് താങ്കൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് താങ്കൾക്ക് അറിയാമോ? ഒരു മര്യാദക്കേട് കാണിക്കല്ലേ? മര്യാദയൊക്കെ വേണ്ടേ എല്ലാറ്റിനും? എങ്ങനെ? കേട്ടില്ല. അല്ലല്ലേ, ഞാൻ പറയുന്നത് കേൾക്കാനെങ്കിലും തയ്യാറാവും ദയവായി. പറഞ്ഞോളൂന്ന്. നിങ്ങളെ കേൾക്കല്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇത് പറയാൻ വേണ്ടി മാത്രം വന്നെന്ന് പറഞ്ഞു. അത് പ്രേക്ഷകർ കേട്ടല്ലോ, ഞാൻ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, മനോരമയുടെ ഈ മര്യാദയും ഇതേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നും പറഞ്ഞു. അതിനും സന്തോഷം. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ശ്രീ വസീഫ്. ഇപ്പൊ ഈ തുവൂരിലെ കൊലപാതകം പറഞ്ഞല്ലോ, ആദ്യ ദിവസം ആദ്യ വാർത്ത തൊട്ട് അത് കോൺഗ്രസ് പ്രവർത്തകൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി വിഷ്ണു എന്ന് തന്നെ ഈ വാർത്താ ചാനൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ യൂത്ത് കോൺഗ്രസ്സുകാരൻ അങ്ങനെ ഒരു കേസിൽ പ്രതിയായത് ചർച്ച ചെയ്യണമെങ്കിൽ ഇതുപോലെ CPM-കാർ ഇപ്പൊ നിങ്ങൾ തന്നെ എത്ര പേർക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിട്ടുണ്ട് പലതും ചെയ്തതിന്? അതെല്ലാം ഇവിടെ ചർച്ച ചെയ്യായിരുന്നു. നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ കൗണ്ടർ പോയിന്റ് ചർച്ച ചെയ്യണമെന്ന്? അതൊരു ചർച്ച എന്നതിൽ ഊന്നണ്ട. ആ വാർത്ത എങ്ങനെ കൈകാര്യം ചെയ്തെന്ന്. അല്ലല്ല, ഒരു സെക്കൻഡ് ശ്രീ വസീഫ് പറഞ്ഞങ്ങ് പോയല്ലോ. നിക്ക്, ഒരു സെക്കൻഡ് അതുകൊണ്ട് യുവാവൊന്നുമല്ല. താങ്കൾ പറഞ്ഞ പോലെ കണ്ടില്ലേ? ഒരു പെൺകുട്ടിയെ കാണാതായി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കണ്ടുകിട്ടിയതാ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി, സാധാരണ ഭാരവാഹി അല്ല, മണ്ഡലം സെക്രട്ടറിയുടെ വീട്ടില്. എന്നിട്ട് അയ്യപ്പദാസ് അതിനെ സമീകരിക്കുക. ഞങ്ങൾ അച്ചടക്ക നടപടി എടുത്തതുമായി ബന്ധപ്പെട്ട് അച്ചടക്ക നടപടി ഇല്ല അയ്യപ്പദാസ്. സതീശൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടോ? സമീകരിച്ചു
എവിടെ സമീപിച്ചു സാർ? ഈ പുതുപ്പള്ളിയിൽ ഈ ചോദ്യം വന്നപ്പോ മറുപടി പറഞ്ഞു. നിങ്ങൾ ഇന്ന് സത്യത്തിൽ അത് ഡിബേറ്റ് എടുക്കണ്ടേ? ശരി, ആണോ ഒരു ഡിബേറ്റ് വെച്ചൂടെ നിങ്ങൾക്ക്? നമുക്ക് അതിന്റെ കൂടെ ഹൈക്കോടതി ഒരു ചുവട് പോലും കെട്ടിടം പണിയാൻ പാടില്ല എന്ന് പറഞ്ഞ രാത്രി പോലും ഹൈക്കോടതി ഈ രാജ്യത്തെ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ച് പാർട്ടി കെട്ടിടം പണിത CPM-നെ കുറിച്ചുകൂടി സംസാരിച്ചാലോ? ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു ഉസ്മാനെ രക്ഷപ്പെട്ടോ.